എല്ലാവർക്കും നമസ്കാരം. ഇനിയാസ് വീട്ടിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലത്തെ നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, പാൻ ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ കുറച്ച് അധികം സവാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സവാള വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിളിർത്ത് പോകാനുള്ള ചാൻസ് ഏറെയാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഇങ്ങനെ സവാള പെട്ടെന്ന് കിളിർത്ത് പൊങ്ങി പോകാതെ ഇരിക്കാനായിട്ടുള്ളൊരു കൊച്ചു ടിപ്പാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാനിലേക്ക് ഞാൻ ഈ സവാള ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു വേര് ഭാഗം വരുന്നവിടെ ഇല്ല, അവിടെ അടിഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ചധികം സവാള ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും സവാള കിളിർത്ത് പോകത്തേ ഇല്ല കേട്ടോ. അപ്പം ഇതുപോലെല്ലാം ഇങ്ങനെ ഒന്ന് കമഴ്ത്തി വെച്ചതിന് ശേഷം ഞാൻ ഗ്യാസിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം കത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഇതുപോലൊന്ന് ഒരു തീ ഇങ്ങനെ ഒന്ന് എത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വേര് ഭാഗം വരുന്നതെല്ലാം അങ്ങ് കരിഞ്ഞു പൊക്കോളും. ഒരുപാട് സമയം ഇങ്ങനെ വെക്കരുത്. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ച് തീയിൽ ഇങ്ങനെ ഒന്ന് കാണിച്ച് പോയാൽ മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സവാള വെന്ത് പോകും. അങ്ങനെ ഉണ്ടാവാനായിട്ട് ഇടയാകരുത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കാണിച്ച് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സവാള പെട്ടെന്ന് കിളുത്ത് പോകത്തില്ല. കാരണം അതിൻ്റെ ആ ഒരു കിളിർപ്പ് വരുന്ന ഒരു വേര് ഭാഗം നമ്മളിങ്ങനെ ചെയ്യുമ്പം തന്നെ കരിഞ്ഞു പോയിട്ടുണ്ടാകും. ഇതുണ്ടോ, സവാളയുടെ ഈ ഒരു വേര് ഭാഗം എല്ലാം തന്നെ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നുവെച്ചുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് കരിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഒന്ന് വാടിയിട്ടൊന്ന് കരിഞ്ഞു വന്നാൽ മതി. പിന്നെ അവിടെ കിളിർപ്പ് ഉണ്ടാകത്തേ ഇല്ല, വേരൊന്നും അങ്ങനെ പിടിക്കത്തേ ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സവാള കുറച്ച് അധികം വാങ്ങിക്കുമ്പം ഈ രീതിക്കൊന്ന് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, സവാള നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവരുന്ന ഒന്നാണ് അല്ലേ. അപ്പം സവാള അടുക്കളയിൽ വെക്കുമ്പോൾ നല്ല വായുസഞ്ചാരമുള്ള ഭാഗത്ത് വെക്കണം. പിന്നെ എന്താ പറയുന്നത്, സവാളയിൽ പൂപ്പലൊക്കെ ഉണ്ടാകാനും പെട്ടെന്ന് കേടുവരാനും ഒക്കെ ഉള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് വാങ്ങിയ കവറിൽ തന്നെ അടച്ച് വെക്കുക. അതുകൊണ്ട് നമ്മൾ നേരത്തെയൊക്കെ ഇട്ട് കൊടുക്കണം. അറിയാമല്ലോ, നല്ല എന്താ പറയുക, മുറത്തിലൊക്കെ വെച്ചിട്ടായിരിക്കും സാധാരണ പണ്ട് കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം ഇന്ന് ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്തിട്ട് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളതാണേ. ഇനി രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് കുട്ടിക്കൂറയുടെ ഒരു കാലി ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് നോക്കാം കേട്ടോ വീഡിയോ കണ്ട്. അപ്പോൾ ഇതാണ്ട് ഈ പൗഡറിൻ്റെ ഈ ഒരു കാലി ബോട്ടിൽ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ആ പൗഡറിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് കളയണം. എന്നിട്ട് അല്പം വിനാഗിരി ഒഴിച്ചിട്ട് കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ അങ്ങ് പൊക്കോളും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കഴുകി ഉണക്കി എടുത്തതാണിത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതേ ഞാനൊരു 3-4 സ്പൂൺ ഗോതമ്പ് പൊടി ഈ പൗഡറിൻ്റെ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പരത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പകുതിയോളം നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് അടച്ചിതുപോലെ എടുക്കുക. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് പൗഡർ എടുക്കുന്ന പോലെ തന്നെ ഗോതമ്പ് പൊടി ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി കല്ലിലേക്ക് ഇതുപോലെ നമ്മളൊന്ന് ഈ ഗോതമ്പൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗോതമ്പ് പൊടി നമുക്ക് ഈ സമയത്ത് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ പുറത്തേക്കെങ്ങും ഒരുപാട് ഗോതമ്പ് പൊടിയൊന്നും തെറിച്ചു പോകത്തൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ പൗഡർ ടിന്നിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇത് ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും നെക്സ്റ്റ് ടൈം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരുപാട് ഗോതമ്പ് പൊടി യൂസ് ചെയ്യത്തില്ല. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിസരങ്ങളിൽ എങ്ങും ഗോതമ്പ് പൊടി എങ്ങനെ തെറിച്ച് വീഴുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പറിൽ അഥവാ എന്തെങ്കിലും പൊടിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തികേടാകത്തില്ല. ന്യൂസ് പേപ്പറിൽ തന്നെ ആ പൊടികളെല്ലാം വീണോളൂ. അപ്പം നമുക്കത് എടുത്തു മാറ്റാനും വൃത്തിയാക്കാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി ഇന്നത്തെ മൂന്നാമത്തെ ടിപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിലേക്ക് വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ടൂത്ത് പേസ്റ്റിനോടൊപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ദേ കുറച്ച് നാരങ്ങ വേണം. അപ്പം നാരങ്ങ അരമുറി നാരങ്ങയുടെ നീരാണ് ഞാനിതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ മഞ്ഞുകാലത്ത് നമ്മുടെ കാൽപാദങ്ങളിലൊക്കെ സ്കിന്നൊക്കെ വല്ലാണ്ടിട്ട് വരണ്ട് വിണ്ട് കീറി, അതല്ലെങ്കിൽ ഡെഡ് സ്കിന്നൊക്കെ ഒരുപാടായിട്ട് ആകെപ്പാടെ ഒരു എന്താ പറയുക വരണ്ടിരിക്കുന്ന കാൽപാദം ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാൽപാദങ്ങൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ട് ആ ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടിപ്പാണിത് കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചെയ്തത് നമ്മൾ കാൽപാദത്തിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കയ്യിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാൽപാദത്തിൽ നന്നായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ കാൽപാദത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് വിട്ടതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു മാറ്റം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് ടൂത്ത് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പലർക്കും അലർജി ഉണ്ടാവില്ലേ എന്നൊരു സംശയം ഉണ്ടാവാം. അപ്പം ചെറുതായിട്ടൊരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം വേണം നിങ്ങളിതൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നോക്കുക. നമുക്ക് ആ സ്കിന്നിന് നല്ലൊരു തിളക്കവും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പോയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി 4ാമത്തെ ടിപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിരട്ട പുട്ടുകുറ്റിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ മിക്ക വീടുകളിലും ഉള്ളതാണല്ലോ. എൻ്റെ ഇതിപ്പോൾ ഒത്തിരി പഴകിയതാണ്, ഞാനത് ഉപയോഗിക്കാതെ വെച്ചിരുന്നായിരുന്നു. അപ്പം നിങ്ങളുടെ കയ്യിൽ ചിരട്ട പുട്ടുകുറ്റി ഉണ്ടെങ്കിൽ എടുത്തു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം പറഞ്ഞു തരാം, വേറൊന്നുമല്ല. ഇതുപോലെ നമ്മൾ ഓയിലൊക്കെ ഇപ്പം വലിയ പാത്രത്തിൽ നിന്നും ചെറിയൊരു ബോട്ടിലേക്കൊക്കെ ഒന്ന് പകർന്നൊഴിക്കണമെങ്കിൽ അത് ലീക്കായി പോകാതെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഹോളിൽ കൂടി പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഏത് പാത്രത്തിലേക്കാണ് ഏത് ബോട്ടിലേക്കാണോ ഒഴിക്കേണ്ടത് അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചോർപ്പ് വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തുള്ളി പോലും വെളിയിലേക്ക് പോകത്തില്ല. അങ്ങനെ നമുക്കിത് ഈ രീതിക്കും കൂടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം പുട്ടുകുറ്റി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതുപോലുള്ള ഈ ഒരു ചെറിയൊരു കാര്യത്തിനും കൂടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ആർക്കും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി 5ാമത്തെ ടിപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ വെട്ടിയ വെള്ളവും അതിൻ്റെ ആ ഒരു വേസ്റ്റ് കാര്യങ്ങളെല്ലാം കൂടിയാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് സാധാരണ നമ്മൾ കളയാറാണ് പതിവ് അല്ലേ. അപ്പം ഇനി മുതൽ മീൻ വെട്ടിയ വെള്ളം കളയണ്ട, നമുക്ക് അടിപൊളി ഒരു സൂത്രം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ശർക്കര പാനി ആക്കിയിട്ട് എടുക്കണം. അപ്പം ഇതുപോലെ നന്നായിട്ട് ശർക്കര പാനി ആക്കിയതിന് ശേഷം നമുക്ക് ഈ വേസ്റ്റിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അടുക്കളയിൽ നിന്നും പുറന്തള്ളുന്ന അടുക്കള മാലിന്യങ്ങളൊക്കെ ചെടികളും പച്ചക്കറികളും ഒക്കെ തഴച്ചു വളരുന്നതിന് ഒത്തിരി നല്ലതാണെന്ന്. അതുപോലെ തന്നെയാണ് ഈ മീൻ വെട്ടിയ വെള്ളവും. മീൻ വെട്ടിയ വെള്ളത്തിൽ നമ്മൾ ഈ ശർക്കര പാനി ചേർക്കുന്നത് കൊണ്ട് തന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഒരു ദിവസം അടച്ചു മൂടി വെച്ചേക്കണം. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുക. പിറ്റേ ദിവസം എടുത്തിട്ട് ഇതുണ്ട്, അതാണ് അതിൻ്റെ ആ പിറ്റേ ദിവസത്തെ പരുവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതിന് ഭയങ്കര സ്മെല്ലായിരിക്കത്തില്ലെന്ന്. ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ശർക്കര പാനി ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഇപ്പം ഇങ്ങനെ ഡയറക്റ്റ് ഒഴിക്കാൻ പറ്റത്തില്ല, നമ്മളിത് വെള്ളമായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ബക്കറ്റിലോട്ട്, ഒരു പഴയ ബക്കറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇരട്ടിക്കിരട്ടി വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം വേണം നമുക്ക് നമ്മുടെ ചെടികളിലും പച്ചക്കറികളുടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതുപോലെ തഴച്ചു വളരുന്നതായിരിക്കും. നല്ല അടിപൊളി ഒരു വളമാണ് കേട്ടോ. അപ്പോൾ സ്മെല്ലേ ഇല്ല. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, എന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒട്ടും തന്നെ ഒരു സ്മെല്ലില്ല. നമ്മൾ സാധാരണ മീൻ വെട്ടിയ വെള്ളമൊക്കെ വെച്ചിരുന്നാൽ ഭയങ്കര സ്മെല്ലല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ വരുന്നത് അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകാതെ ഇതുപോലെ ചെറിയ തടവെടുത്തിട്ട് ഇങ്ങനെ മണ്ണിട്ട് മൂടുകയാണെങ്കിലും നല്ലൊരു വളമാണത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കല്ലേ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 3 സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 2 സ്പൂൺ തേയിലപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഏതാണോ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാമ്പു ആണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 3/4 ഗ്ലാസോളം വെള്ളം, സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കിനും ഇതിൻ്റെ എല്ലാ സത്തും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. ഇത് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം അരിച്ചും കൂടെ എടുക്കണം. ഇത് നല്ല ഒരു ഹോം മെയ്ഡ് ഷാമ്പു ആണ്. നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും നല്ല തിളക്കം നൽകാനും നല്ലൊരു കണ്ടീഷണറായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ഉലുവ, അതുപോലെ കറിവേപ്പില, തേയിലപ്പൊടി, ഇതെല്ലാം നല്ല അടിപൊളിയാണ് മുടിക്ക്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സത്ത് ഉള്ളതുകൊണ്ട് തന്നെ മുടിക്ക് ആരോഗ്യത്തോടു കൂടി വളരാനുള്ള നല്ല ഒരു ഷാമ്പു ആണ്. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രാ കണ്ടീഷണറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യവും വരത്തില്ല കേട്ടോ. അപ്പം നല്ലപോലെ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം സാധാ നിങ്ങളങ്ങ് കഴുകി കളയുക മാത്രം ചെയ്യുക. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മുടി കിടക്കുന്നതായിരിക്കും. അപ്പം നല്ല തിളക്കം ഉണ്ടാകും, പിന്നെന്താ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുകയും ചെയ്യും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.